ബാർ വിഷയം കേരള രാഷ്ട്രീയത്തെ ഒന്നാകെ ചൂടുപിടിപ്പിച്ചപ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭയിൽ യുഡിഎഫിലെ മുഴുവൻ അംഗങ്ങൾക്കും സസ്പെൻഷൻ പോലും വാങ്ങിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ജെഡിയുവിന് കേരളത്തിലെ ഒരേയൊരു നഗരസഭയുടെ ഭരണതലപ്പത്തെത്താൻ അവസരം കിട്ടുന്നത്. യുഡിഎഫ് ഭരിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിൽ ബാറിന് നിരാക്ഷേപ പത്രം നൽകിയതിലൂടെ മുസ്ലിം ലീഗിന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങൾക്കും അധികാര സ്ഥാനങ്ങളിൽ നിന്നും ഒഴിയേണ്ടി വന്നു. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമായി കാഞ്ഞങ്ങാട് നഗരസഭ. യുഡിഎഫിലെ 11 സീറ്റുള്ള മുസ്ലിം ലീഗും 8 സീറ്റുള്ള കോൺഗ്രസും 1 സീറ്റുള്ള ജനതാദളും യോജിച്ചിട്ടാണ് ഇവിടെ ഭരണസാരഥ്യത്തിലാതെ എത്തിയിട്ടുള്ളത്. ബാർ കോഴ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സംസ്ഥാന നേതൃത്വം അവർക്കെതിരായ നടപടി സ്വീകരിച്ച സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജനതാദളിന് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. NOC വിഷയത്തിൽ ലീഗിലെ 11 കൗൺസിലർമാർക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുകയും ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ തൽസ്ഥാനം രാജിവെക്കുകയുമായിരുന്നു. പിന്നീട് നാടകീയമായ രംഗങ്ങൾക്കാണ് കാഞ്ഞങ്ങാട് നഗരസഭ സാക്ഷ്യം വഹിച്ചത്. പുറത്താക്കപ്പെട്ട കോൺഗ്രസിലെ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി രാജിക്ക് സന്നദ്ധനാകാതെ നിന്നതോടുകൂടി യുഡിഎഫിനകത്ത് വിള്ളലുകൾ സൃഷ്ടിച്ചു. ഇതോടെ കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഏക SJD കൗൺസിലറായ K. ദിവ്യയാണ് UDF പാനലിൽ മത്സരിച്ച് 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത്. ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ CPM-ന് 18 വോട്ടിനെതിരെ 19 വോട്ട് നേടിയാണ് UDF ഭരണം നിലനിർത്തിയത്. നിലവിൽ BJPക്ക് 5 അംഗങ്ങളുണ്ട്. വിവാദക്കാറ്റ് ആഞ്ഞുവീശിയ കാഞ്ഞങ്ങാട് നഗരസഭ ഇക്കുറി തിരിച്ചുപിടിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. അതേസമയം ബാർ വിഷയമുണ്ടാക്കിയ പൊല്ലാപ്പിൽ നിന്നും കരകയറാനാകാത്ത അവസ്ഥയിലുമാണ് UDF. റിപ്പോർട്ടർ, കാസർഗോഡ്.